കനത്ത മഴയും മോശം കാലാവസ്ഥയും ട്രെയിനുകൾ വൈകിയോടുന്നു. നോക്കാം വിശദമായി. കനത്ത മഴയെയും മോശം കാലാവസ്ഥയെയും തുടർന്ന് ട്രെയിനുകൾ വൈകിയോടുന്നു. തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള 10ലധികം ട്രെയിനുകളാണ് വൈകിയോടുന്നത്. ചെന്നൈ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് 1.25 മണിക്കൂർ വൈകിയോടുന്നു. അന്ത്യോദയ എക്സ്പ്രസ് 50 മിനിറ്റ് വൈകിയോടുന്നു. മലബാർ എക്സ്പ്രസ് 1.25 മണിക്കൂർ വൈകിയോടുന്നു. തിരുപ്പതി കൊല്ലം ട്രെയിൻ 20 മിനിറ്റ് വൈകിയോടുന്നു. മൈസൂർ കൊച്ചുവേളി ട്രെയിൻ 50 മിനിറ്റ്. ഹംസഫർ എക്സ്പ്രസ് 1.5 മണിക്കൂർ. ജയന്തി LTT കൊച്ചുവേളി ട്രെയിനുകൾ 6 മണിക്കൂർ വൈകിയോടുന്നു. ഐലാൻഡ് എക്സ്പ്രസ് 1 മണിക്കൂർ വൈകിയോടുന്നു. ഇന്റർസിറ്റി 25 മിനിറ്റും വൈകിയോടുന്നു. മുംബൈ CST എക്സ്പ്രസ് 15 മിനിറ്റ് വൈകിയോടുന്നു. വഞ്ചിനാട് എക്സ്പ്രസ് 5 മിനിറ്റ് വൈകിയോടുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറിയേക്കാം. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. നാളെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അതിനിടെ വടക്കൻ കേരളത്തിന് സമീപം അറബിക്കടലിലുള്ള ന്യൂനമർദ്ദം ദുർബലമായി. ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ റൊമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെടും. ഞായറാഴ്ച ഇത് തീവ്ര ചുഴലിക്കാറ്റായി ബംഗ്ലാദേശ് തീരത്ത് പ്രവേശിക്കാൻ ആണ് സാധ്യത. കാറ്റുകളുടെ സ്വാധീനം കുറയുന്നതിന് അനുസരിച്ച് മഴ ശമിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഈ മാസം 31-ന് എത്തുമെന്ന് അറിയിച്ച കാലവർഷം അതിനു മുൻപ് തന്നെ കേരളത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്.